ഈ വീഡിയോയിൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഇറാനെതിരെ പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. ഇത് കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് UAE-ക്കെതിരെ നടത്തിയ ആക്രമണം ഒട്ടും ശരിയല്ല. ശരിക്കും ഇറാന് മേളിൽ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും നടക്കാതിരുന്ന സമയത്താണ് ഇറാൻ ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങളാണ് പൊതുവിലെ എല്ലാ അറബ് രാജ്യങ്ങളും ഇറാനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യയും ഇറാനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ UAE-യിൽ ഫിജൈറയിൽ നടത്തിയ ആക്രമണം, ഡ്രോൺ ആക്രമണം, ആ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതായത് ഡ്രോൺ ഇൻ്റർസെപ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ഉതിരി ഭാഗങ്ങൾ വന്ന് പതിച്ചിട്ട് അവിടെ വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായി. അപ്പോൾ അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന 3 ഇന്ത്യക്കാർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അവർ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഈ വിഷയത്തിൽ ഇന്ത്യ നിലപാട് ഇറാനെതിരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കടന്നു വരുന്ന കപ്പലുകൾക്ക് പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്ന മട്ട് കാണുന്നില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഞാൻ ആ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും പോർഷൻസ് അടഞ്ഞു കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള ചലനങ്ങളും നടക്കുന്നില്ല. ശരിക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് നിശ്ചലമായിരിക്കുകയാണ്. ഇവിടെ അമേരിക്കയുടെ പരാജയമാണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ പരാജയം തന്നെയാണ്. ഇറാനെ അടിച്ചൊതുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ മെയിനായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്, വാർ സ്ട്രാറ്റജിയാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്ക ആധിപത്യം നേടാതെ എങ്ങനെയാണ് ഇറാനെ ഞങ്ങൾ നിർവീര്യമാക്കി, ഇറാൻ്റെ മിലിറ്ററി പവർ ഞങ്ങൾ ഇല്ലാതാക്കി, ഇറാൻ്റെ നേവി തന്നെ ഇപ്പം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള തരത്തിൽ ട്രംപ് ജസ്റ്റ് ബ്ലണ്ട് ഡയലോഗാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മിലിറ്ററി പവർ മൊത്തത്തിൽ, ഒരു മിലിറ്ററി മൈറ്റ് തന്നെ മൊത്തത്തിൽ തകർക്കപ്പെട്ടുവെങ്കിൽ പിന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ വന്ന് ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് എന്താണ് പേര്? അതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അവർ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഒരുക്കുന്ന ഡിഫൻസ് ഉണ്ടല്ലോ, ആ ഡിഫൻസ് എവിടെ നിന്നാണ് വരുന്നത്? അവിടെ സെപ്പാ നേവി എന്ന് പറഞ്ഞാൽ മൈക്ക് കൂടെ വിളിച്ച് പറയുന്ന വോയിസ് റെക്കോർഡുകൾ പുറത്തു വരുന്നത്. ഇതിനെന്താണ് അമേരിക്കയുടെ ഉത്തരം? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഇറാൻ അമേരിക്കയെ വീണ്ടും ചർച്ചയിലേക്ക് നയിക്കുന്ന മാതൃകയിൽ ഇന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് ആക്രമണം നടത്തി ഫിജൈറയിലൊക്കെ ഡ്രോൺ വന്ന് പതിച്ചു, അതായത് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും അതേപോലെ ഡ്രോൺ, റോക്കറ്റ് ഇതെല്ലാം തന്നെ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കൺഫർമേഷനാണ് UAE-യുടെ സൈഡിൽ നിന്ന് വരുന്നത്. പക്ഷെ അതേസമയം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ഫാൾസ് ഓപ്പറേഷനാണ്, ഇറാൻ അല്ല ഈ വിഷയം ചെയ്തത് എന്നുള്ള തരത്തിലുള്ള ഒരു ഉരുണ്ടുകളിയാണ് ഇറാൻ ഇപ്പം നടത്തുന്നത്. എന്തുകൊണ്ടാണ് നമുക്കറിയത്തില്ല. ഇവർ തന്നെയാണ് സെപ്പാ നേവി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൂവിയത്. എനിവേ ഇത് ഇറാൻ തന്നെയാണ് ചെയ്തത് എന്നുള്ളതിനെ തെളിയിക്കുന്ന തരത്തിൽ ഇറാൻ്റെ ഉള്ളിൽ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ IRGC-ക്ക് നേരെ ഒരു വാണിംഗ് മീൻസ് ഒരു മുന്നറിയിപ്പ്. IRGC ഈ അഗ്രസീവ്നെസ് മാറ്റിയിട്ട് ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. പക്ഷേ എന്തുകൊണ്ടാണ് പെർമിഷൻ ഇല്ലാതെ, ഒരു മുന്നറിയിപ്പുമില്ലാതെ UAE-ക്കെതിരെയും അതേപോലെ സൗത്ത് കൊറിയ ഷിപ്പുകൾക്കെതിരെയും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് എന്നുള്ള തരത്തിൽ IRGC-ക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് മസൂദ് പെസസ്കിയാൻ പറയുന്നുണ്ട്. അത് ഇറാന്റെ പ്രസിഡന്റ്, ഇറാന്റെ പൊളിറ്റിക്കൽ വിങ്ങിന്റെ നേതാവായിട്ടുള്ള മസൂദ് പെസസ്കിയാൻ, ഇറാന്റെ പ്രസിഡന്റും IRGC-യുമായിട്ടുള്ള ആ ഒരു അഭിപ്രായ ഭിന്നത ഉടനീളം തുടരുന്നുണ്ട്. അത് നമുക്ക് വ്യക്തമായി തന്നെ കാണാനും കഴിയുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ലെബനാൻ്റെ ഉള്ളിൽ ഇസ്രായേൽ ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. കാരണം ഇസ്രായേലിന് ഇനി എയർ സ്ട്രൈക്ക് ആയിരിക്കും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ അവരുടെ മെർക്കാവ ടാങ്ക് അവർ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട് ലെബനാൻ്റെ ഉള്ളിൽ ഗ്രൗണ്ട് ഫോഴ്സിന് വേണ്ടിയിട്ട്. ഗ്രൗണ്ട് ഫോഴ്സിൽ ഇസ്രായേൽ ഉദ്ദേശിച്ചതുപോലെ ഫാസ്റ്റായിട്ടൊരു മൂവ്മെൻറ്റ് നടത്താൻ കഴിയുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം FPV എന്ന് പറഞ്ഞ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, ഒരു ഡ്രോണാണ്. ടോയ്സ് ഡ്രോൺ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. ഇത് ശരിക്കും മാർക്കറ്റിലൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ടോയ്സ് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന ഡ്രോൺ സിസ്റ്റമാണിത്. ചെറിയൊരു ഡ്രോണാണ്. ഇതിന് വലിയ രീതിയിലുള്ള ടെക്നോളജിയോ അതൊന്നും തന്നെ ആവശ്യമില്ല. പക്ഷേ ഇപ്പം ഈ FPV ഡ്രോണുകൾ ഈ ഹിസ്ബുള്ള ചൈനയിൽ നിന്നും കുറേ എണ്ണം വാങ്ങിച്ച് ഇതിൽ ചെറിയ ക്യാമറ, നല്ല ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയിൽ വിഷ്വൽസ് കിട്ടുന്ന രീതിയിലുള്ള ക്യാമറ ഇതിനകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കളിപ്പാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഡ്രോൺ കാറ്റഗറിയിലാണെങ്കിലും ഇതിൻ്റെ മേളിൽ അവർ ചെറിയ രീതിയിലുള്ള എമ്യൂണിഷൻസൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് അവർ ഇതിനെ ഇപ്പം യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിന് ചെറിയൊരു കേബിൾ, അതായത് നമ്മളുടെ ഹെയറിൻ്റെ അത്രയും നൈസായിട്ടുള്ള കേബിളുകളാണ് ഇതിനകത്ത് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ത്രൂ ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഈ ഡ്രോൺ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ലാൻഡ് നാച്ചർ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ
ഈ സൗത്ത് ലെബനാൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നോർത്തേൺ സൈഡിൽ കിടക്കുന്ന സ്ഥലമാണ്. നോർത്തേൺ ഇസ്രായേൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രീം നോർത്തിൽ വരുന്നതാണ് ലെബനാൻ്റെ സൗത്ത് പാർട്ട്. അപ്പോൾ ഈ ലെബനാൻ്റെ സൗത്ത് ഏരിയയിൽ ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഗ്രീൻ കളറിൽ ഡോട്ട് ഇട്ടിരിക്കുന്ന എല്ലാം തന്നെ ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണങ്ങളാണ്. ഗ്രൗണ്ട് ഫോഴ്സ് ത്രൂ അതുപോലെ എയർ സ്ട്രൈക്ക് ത്രൂ നടത്തിയ അറ്റാക്കുകളുടെ ലൊക്കേഷൻസ് ആണ് ഇവിടെ കൃത്യമായിട്ട് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതേസമയം ഹെസ്ബുള്ള അവരുടെ ഡ്രോൺ വെച്ചിട്ട് നടത്തിയ ആക്രമണങ്ങളാണ് ഈ യെല്ലോ കളറിൽ 1-2 സ്ഥലങ്ങളിൽ ഈ സൗത്ത് ലെബനാൻ ഭാഗത്ത് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്രായേൽ 24/7 ആകാശത്ത് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇവർ എപ്പോഴാണ് ഈ FPV ഡ്രോണുകൾ വെച്ചിട്ട് ആക്രമണം നടത്തുക എന്നുള്ളത് അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ FPV ഡ്രോണുകൾ ശരിക്കും പറഞ്ഞാൽ റഡാറിൽ വിസിബിൾ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത്രയും ലോവർ ആൽറ്റിറ്റ്യൂഡിൽ വളരെ, അതായത് കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത്രയും ലോ ആൽറ്റിറ്റ്യൂഡിൽ ഇത് പറന്ന് വരിക, എന്നിട്ട് ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് പരമാവധി ഡയറക്റ്റായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ വെടിവെച്ച് വീഴ്ത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ വലയിട്ട് പിടിക്കുക, ഇങ്ങനത്തെ പരിപാടികളാണ് ഇതിന് സൊല്യൂഷനായിട്ടുള്ളത്. അയൺ ബീമിലോ അയൺ ഡോമിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തരത്തിലുള്ള ഇൻ്റർസെപ്റ്റേഴ്സിനും ഇതിനെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇവിടെ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇത്രയും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്ത് IDF കുറേ ടാങ്കുകളും അതേപോലെ അവരുടെ ഹൈ എൻഡഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ FPV വളരെ കുറഞ്ഞ ചിലവിൽ ഇതിന് $1000 മുതൽ $2000 മുടക്കി കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളിപ്പാട്ട ഡ്രോണുകൾ കൊണ്ട് കൃത്യമായിട്ട് ഈ മെർക്കാവ ടാങ്കുകളെയും അതേപോലെ നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിർത്തിവെച്ചിരിക്കുന്ന കംപ്ലീറ്റ് എക്യുപ്മെൻസിനെയും ഇവർ ടാർഗറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇസ്രായേൽ നേരിടുന്ന വെല്ലുവിളിയാണിത്. ഇപ്പോൾ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിനെ ചുറ്റിപ്പറ്റി വല കെട്ടുകയാണ്, നെറ്റ് വല. കാരണം ഈ നെറ്റിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈസി ആയിട്ട് അതിനെ വെടിവെച്ചിടാം. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ മെർക്കാവ ടാങ്കുകൾ വരെ ലെബനാൻ്റെ ഉള്ളിൽ വല കെട്ടിക്കൊണ്ട്, കൊതുക് വല പോലുള്ള വല കെട്ടിക്കൊണ്ട് മെർക്കാവ ടാങ്കുകൾ ലെബനാൻ്റെ ഉള്ളിൽ പോവാണ്. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ. നമ്മൾ മോഡേൺ വാർഫെയർ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പഴഞ്ചൻ ആശയങ്ങളുമായിട്ട് ഹെസ്ബുള്ള തിരികെ, അതും വിജയകരമായിട്ട് ആ പരീക്ഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഴഞ്ചൻ ആശയങ്ങൾ വിജയകരമായിട്ട് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് റഡാർ പരിധിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് വളരെ എളുപ്പത്തിൽ തന്നെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്ന് ചെന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ FPV ഡ്രോണിൻ്റെ ആക്രമണം കൊണ്ട് ഒരു IDF സോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇത് ഇസ്രായേൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഇതിനെ മറികടക്കാൻ എന്ത് മാർഗം സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ തലങ്ങും വിലങ്ങും ആലോചിക്കുന്നത്. അതായത് മാക്സിമം ലോവർ ആൽറ്റിറ്റ്യൂഡിൽ ഡിസ്ട്രോയ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അയൺ ബീം വരെ അവർ തയ്യാറാക്കി കഴിഞ്ഞു. പക്ഷേ അതിനും താഴത്തെ ലെവലിൽ പറക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇപ്പം ഓരോ ഭാഗങ്ങളിലായിട്ട് ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്ത് അവിടെ എയർ സ്ട്രൈക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് ലെബനാൻ്റെ റിക്വസ്റ്റ് നിരന്തരം അമേരിക്ക എടുത്ത് പോകുന്നുണ്ട്. ഇസ്രായേലിനെ ആക്രമണത്തിൽ നിന്ന് പിടിച്ചു നിർത്തണം, ഇനി ആക്രമണം നടത്തരുത് എന്നുള്ള തരത്തിലൊക്കെ ലെബനാന്റെ ഗവൺമെന്റിൽ നിന്ന് പ്രഷർ പോകുന്നുണ്ട്. പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ലെബനാനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഹെസ്ബുള്ളയുടെ വിഷയത്തിൽ അമേരിക്ക ഇടപെടില്ല, അത് കംപ്ലീറ്റ്ലി ഇസ്രായേലിന്റെ തീരുമാനമാണെന്നാണ് ട്രംപ് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്. ഇതാണ് നിലവിലെ ഇസ്രായേൽ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഹെസ്ബുള്ളയുടെ ഒരു അപ്ഡേറ്റ്. ഈ FPV എവിടെ നിന്നാണ് ശരിക്കും കോപ്പി അടിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ ശരിക്കും കേഴ്സ്ക് റീജിയനിൽ ഏറ്റവും കൂടുതൽ ഈ FPV ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യ കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിരുന്നത്. അപ്പം റഷ്യ അറിയാലോ, റഷ്യ ശരിക്കും പറഞ്ഞാൽ ഹെസ്ബുള്ളയുടെ ഉള്ളിലുള്ള റദ്വാൻ ഫോഴ്സിനെ ട്രെയിൻ ചെയ്തത് റഷ്യൻ ആർമിയാണ്. റഷ്യയ്ക്കും ഈ റദ്വാൻ ഫോഴ്സിനും നല്ല ബന്ധമുണ്ട്, അത് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവർ അവിടെ നിന്ന് ഈ ടെക്നിക്ക് കോപ്പി അടിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇപ്പം ഇവിടെ ഇസ്രായേലിനെതിരെ അത് ഉപയോഗിക്കുന്നത്. അതാണ് അങ്ങനെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് വളരെ വിജയകരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മെത്തേഡായിട്ട് ഹെസ്ബുള്ള ഇപ്പം നടപ്പിലാക്കുന്നുണ്ട്. കാരണം ഹെസ്ബുള്ളയുടെ അടുത്ത് സ്റ്റോക്ക് കുറഞ്ഞു വരികയാണ്. അത് മിസൈൽ ആയിക്കോട്ടെ, റോക്കറ്റ് ആയിക്കോട്ടെ, എല്ലാം തന്നെ അവരുടെ സൈഡിലും സ്റ്റോക്ക് കുറഞ്ഞു വരുന്നുണ്ട്. കാരണം പരമാവധി ഇറാനിൽ നിന്നുമുള്ള സ്റ്റോക്ക് കൈമാറ്റം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഭയങ്കര സെക്യൂരിറ്റി സർവൈലൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പഴയതുപോലെ എളുപ്പത്തിൽ ഇറാന് ലെബനാൻ്റെ ഉള്ളിലേക്ക് ആയുധങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള ചീപ്പായിട്ടുള്ള കളിപ്പാട്ടങ്ങളുടെ പേരിൽ വരുത്തുന്ന ഡ്രോൺ വെച്ചിട്ട് ആക്രമണങ്ങൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ റഷ്യ ആണെന്നുണ്ടെങ്കിൽ 8-9 ദിവസങ്ങളിൽ സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. May 8 to 9, അതായത് വേൾഡ് വാർ 2 അതിൻ്റെ ഒരു ആനിവേഴ്സറി സെറമണി നടത്തുക, വിക്ടറി പരേഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സെറമണി നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് 8-9 ദിവസങ്ങളിൽ സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉക്രൈൻ്റെ മേളിൽ റഷ്യ. പക്ഷേ അതേസമയം ഉക്രൈൻ പറഞ്ഞിരിക്കുന്നത് 5-6 ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ് സീസ് ഫയറിന്, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലേക്ക് ഞങ്ങൾ ഓക്കെ അല്ല എന്നുള്ള തരത്തിൽ
ഒപ്പോസ് ചെയ്തിരിക്കുകയാണ് ഉക്രൈനിലെ സെലൻസ്കി. അപ്പോൾ 5-6 ഉക്രൈനിലെ സീസ് ഫയർ, 8-9 റഷ്യയുടെ സൈഡിൽ നിന്നുള്ള സീസ് ഫയർ. അങ്ങനെ നോക്കി കഴിയുമ്പോൾ സീസ് ഫയർ ഇല്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസം ഇന്റർമീഡിയറ്റ് ആയിട്ട് അങ്ങോട്ടും ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇൻ റിയാലിറ്റി നോ സീസ് ഫയർ. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി പറഞ്ഞിരിക്കുന്നത് മിലിറ്ററി ആക്ഷൻ കൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഡയലോഗ് ഡിപ്ലോമസിയിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചർച്ചയിലേക്ക് മടങ്ങി വരുന്നതായിരിക്കും നല്ലത്. മീൻസ് ഓൾറെഡി 3 സ്റ്റേജസ് പ്രപ്പോസൽ ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്യാനാണ് അബ്ബാസ് അരക്ചി ഇൻസിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അബ്ബാസ് അരക്ചി തന്നെയാണ് പാകിസ്ഥാനിലേക്ക് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളിനി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മടങ്ങിപ്പോയ ആള് ഒമാനിലേക്ക് പോയായിരുന്നു. അവിടെ പോയിട്ട് ഭയങ്കരമായിട്ടുള്ള കെട്ടിപ്പിടിയും ആലിംഗനവും ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് മടങ്ങിയത്. വീണ്ടും ഒമാന്റെ തീരത്ത് നിർത്തിയിട്ടിരുന്ന ഒമാനിയൻ കപ്പലിന് നേരെ തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഗാസയിൽ ശരിക്കും ഇതുവരെ 44,000 ഗാസൻസ് ഇതുവരെ ഗാസയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. അതായത് ഈ ഗാസ പീസ് അക്കോർഡ് ട്രംപ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് 44,000 പേര് ഗാസയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ റഷ്യക്കുള്ളിൽ ലെനിൻഗ്രാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ആക്രമണം നടത്തിയിട്ടുണ്ട്. റഷ്യക്കുള്ളിൽ ലാർജ് സ്കെയിൽ അറ്റാക്കാണ് നടത്തിയത്. 29 ഡ്രോണുകളാണ് റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തത്. മറ്റുള്ള ഡ്രോണുകൾ ചില സ്ഥലങ്ങളിലൊക്കെ പതിച്ചിട്ടുണ്ട്. റഷ്യക്കുള്ളിൽ 1000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ചില സ്ഥലങ്ങളിൽ ഉക്രൈൻ ടാർഗറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ട് ഡ്രോൺ ആക്രമണത്തിലൂടെ. ചീബൂക്ക് സരി എന്ന് പറഞ്ഞ സ്ഥലം ടാർഗറ്റ് ചെയ്ത് ഉക്രൈൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇത് ഏതാണ്ട് റഷ്യക്കുള്ളിൽ 1000 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. അവിടെ VNIR എന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രോണിക് ഫാക്ടറി ഉണ്ട്. റഷ്യൻ ആർമിക്ക് വേണ്ടിയിട്ടുള്ള മിലിറ്ററി ഉപകരണങ്ങളിലേക്കുള്ള ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ തയ്യാറാക്കുന്ന ഫാക്ടറിയാണ്. ആ ഫാക്ടറി ടാർഗറ്റ് ചെയ്താണ് ഉക്രൈൻ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. BLA ബലൂചിസ്ഥാൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ്, ഇവർ നിരവധി ഏരിയകളിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ആക്രമണം നടത്തിയതായിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട്. ക്ലെയിം ചെയ്യുന്നത് മാത്രമല്ല, ഏതാണ്ട് 11ഓളം പാകിസ്ഥാനി മിലിറ്ററി ഉദ്യോഗസ്ഥരെ ഇവർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിന് എന്ത് നാണക്കേടാണ്. ഇവർ ഒരു സൈഡിൽ പണമില്ല, ഒരു സൈഡിൽ ബുദ്ധിയില്ല, ഒരു സൈഡിൽ അവർ ആർമി തന്നെ ഭയങ്കര വീക്കാണ്. ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ് ഞങ്ങളാണ് വലിയ മീഡിയേറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഇവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി തന്നെ ഉറപ്പുവരുത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അവിടെ എണ്ണയില്ല. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പൊതുജനങ്ങളെല്ലാം റോഡിലിറങ്ങും. വല്ലാത്ത രീതിയിൽ പാകിസ്ഥാൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദുരന്തം എന്ന് തന്നെ പറയാം. ഇന്ത്യ 95% ബ്രഹ്മോസ് എന്ന് പറഞ്ഞ മിസൈലിൻ്റെ സ്പെയർ പാർട്സുകളെല്ലാം തന്നെ ലോക്കലി മാനുഫാക്ചറിങ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രൈസ് വൈസ് അഡോപ്റ്റബിൾ ആകുന്ന രീതിയിൽ മറ്റു പല രാജ്യങ്ങൾക്കും ഈസി ആയിട്ട് അത് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളെ നിർമ്മാണത്തിന് പദ്ധതി ഇട്ടിരിക്കുകയാണ്. വളരെ നല്ല പദ്ധതിയാണ്. 95% നമ്മൾ ഡൊമസ്റ്റിക്കലി ബ്രഹ്മോസിൻ്റെ പാർട്സുകളെല്ലാം തന്നെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഈ സാധനം മാർക്കറ്റിൽ ഇറക്കാൻ കഴിയും. അപ്പോൾ അത് ഇപ്പം നമ്മളുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പിലുള്ള പല ചെറിയ രാജ്യങ്ങൾക്കും ഇത് അഫോർഡബിൾ അല്ലാത്തൊരു സാഹചര്യമാണ്. 300-350 മില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില രാജ്യങ്ങൾക്കൊന്നും അഫോർഡബിൾ അല്ല. അതുകൊണ്ട് കുറച്ചുകൂടെ പ്രൈസ് കുറയ്ക്കാം. അതായത് ഈ മിസൈലുകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫിക്സഡ് പ്രൈസ് ഇല്ല. ഇതെല്ലാം തന്നെ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു രാജ്യവുമായിട്ട് വെച്ചിരിക്കുന്ന റിലേഷൻഷിപ്പിനനുസരിച്ച് ഇതിൻ്റെ പ്രൈസിൽ വേരിയേഷൻസ് വരുത്താം. നമുക്ക് നേട്ടമുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് പ്രൈസിൽ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാൻ പറ്റും. കാരണം നമുക്കും ഒരു ഗുണമുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ തീരെ നമുക്ക് ഡിഫൻസ് മേഖലയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും ഇല്ലാത്തൊരു രാജ്യത്തിലേക്ക് ഇത് കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ പ്രൈസും നമ്മളുടെ പ്രോഫിറ്റും കൂടി ചേർത്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പ്രത്യേക ഫിക്സഡ് പ്രൈസ് ഒന്നുമില്ല. നമ്മൾ ഇന്തോനേഷ്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നതും ഫിലിപ്പൈൻസിന് ഓഫർ ചെയ്തിരിക്കുന്നതും രണ്ട് തരത്തിലുള്ള പ്രൈസുകളാണ്. ഫിലിപ്പൈൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് ബയറാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ മിസൈൽ മറ്റു രാജ്യത്തിലേക്ക് വിൽക്കുന്നു എന്നുള്ള ഒരു ക്രെഡിറ്റും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രൈസിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കത്തില്ല. പക്ഷേ അവർ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഒരു ഫ്ലെക്സിബിലിറ്റിയിൽ ആ സാധനം കൊടുക്കും. പക്ഷേ രണ്ടാമത് ഫിലിപ്പൈൻസ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ വിലയിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് നമ്മൾ ഉറപ്പിച്ച് പറയും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓർഡർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലാണ് പ്രൈസ് നെഗോസിയേഷൻസ് പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ചെയ്യുന്നത്. ഇത് ഇന്ത്യ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മറ്റു പല രാജ്യങ്ങൾക്കും ഇങ്ങനത്തെ മിസൈലുകൾ അക്യൂർ ചെയ്യണം അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് അഫോർഡബിലിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ഈ വിഷയത്തിൽ പണ്ട് തൊട്ടേ നമ്മൾ ഒരു ഹോളിവുഡ് സിനിമയുടെ പ്രൈസിന് ചൊവ്വയിലേക്ക് സാറ്റലൈറ്റ് വിട്ട ആൾക്കാരാണ്. അപ്പോൾ അത് ലോകമെമ്പാടും വളരെ ഫേമസ് ആയിരുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഇത് സാധിക്കും. ഇന്ത്യ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ. കാരണം പലരും ബ്രഹ്മോസിൻ്റെ പ്രൈസ് എത്രയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രൈസ് ഇങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അതിനൊരു ഫിക്സഡ് പ്രൈസ് ഒന്നുമില്ല.
അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു $400 മില്യൺ താഴെയാണ്. അതാണ് അതിൻ്റെ റേഞ്ച്. അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള നെഗോസിയേഷൻസ് നടക്കും. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.